ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീയുടെ പേര് പോലും കൃത്യമായിട്ട് ഉച്ചരിക്കാൻ കഴിയാത്ത ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ മദ്യപിക്കുന്ന ആളല്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. ഇതാ മാണിക്കന്റെ വാദങ്ങൾ വീണ്ടും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. മാണിക്കൻ മദ്യപിച്ചു എന്നതിന് വ്യക്തമായ തെളിവുണ്ട്, ദൃക്സാക്ഷിയുണ്ട്. അപ്പക്കാള അപ്പവും കാള എനിക്ക് ഇഷ്ടമല്ല. അപ്പവും പോത്തുവാണെങ്കിൽ ഞാൻ ഇരുന്ന് ഇരിപ്പിൽ ഒരു 5-6 ഞാൻ കേട്ടു. അപ്പോ പോത്ത് കഴിക്കുന്ന കാര്യമല്ല. പിന്നെ തമ്പ്രാൻ ചേട്ടന്റെ വീട്ടിലെ ജോലിക്കാരനാണ് അപ്പക്കാള. അദ്ദേഹം ഇത് കണ്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം കണ്ടെന്നു? നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. അതങ്ങനെ കണ്ടേ, അതൊന്നും അറിയണമല്ലോ. കളക്ട് ചെയ്യാം അപ്പക്കാളയെ. ഹലോ മിസ്റ്റർ അപ്പക്കാള, കേൾക്കുന്നുണ്ടോ? ഈ നിൽക്കുന്ന മാണിക്കൻ കള്ള് ഷാപ്പിലേക്ക് കയറി പോകുന്നത് താങ്കൾ കണ്ടോ? തമ്പ്രാൻ കള്ളുപുര കയറി പോണത് ഞാൻ കണ്ടിട്ടില്ല. കള്ളുപുരയിൽ കയറി പോകുന്നത് താങ്കൾ കണ്ടില്ല. പിന്നെ താങ്കൾ എന്താണ് കണ്ടത്? കള്ളുപുര ഇറങ്ങി വരുന്നത് കണ്ട്. ഒരാള് കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് മാത്രം അയാൾ മദ്യപിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ കാല് ഇടറണം, അല്ലെങ്കിൽ ഉടുമുണ്ടെങ്കിലും ഉരിഞ്ഞു പോകണം. മാണിക്കന് ഉടുമുണ്ടൊക്കെ ഉണ്ടായിരുന്നോ? മുണ്ടൊക്കെ ഉണ്ട്, അതാരെ നനഞ്ഞു പോകാണ്ടിരിക്കാൻ തലയെ കെട്ടിരിക്കാന്ന് മാത്രം. എന്ത് വർത്തമാനമാണ് ഈ പുളുന്താനെ ഈ വിളിച്ചു പറയുന്നത്? പുളുന്താരാ അതെന്നത്? നീ വേണ്ട പുളുന്താരാ കേട്ടാ, ഇതിനകത്ത് എന്ത് വസ്തുതയാണുള്ളത്? ഉടുമുണ്ടൊരു തലവെ കിട്ടിയെന്ന് പറയുന്നു. ഇതൊക്കെ സത്യസന്ധമായ കാര്യമാണോ? നിങ്ങൾ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക. ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, ചാനലിന് വീണ്ടും സംശയമുണ്ട്. നമുക്ക് ഇനിയും ദൃക്സാക്ഷിയിലേക്ക് പോകാനുണ്ട്. ഇദ്ദേഹത്തിന്റെ തന്നെ മുതലാളി തമ്പ്രാൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്റെ തമ്പ്രാൻ ചേട്ടൻ എനിക്കെതിരെ ഒന്നും പറയില്ല. നമുക്ക് ചോദിച്ചു നോക്കാം. തമ്പ്രാൻ ചേട്ടൻ, ഈ മാണിക്കൻ കള്ളു കുടിച്ചായിരുന്നോ? കള്ളു കുടിച്ചെന്നോ? മടങ്ങി വരാം. ചോദിച്ചോട്ടെ, കള്ളു കുടിക്കാനല്ല പിന്നെ തൈലക്കച്ചവടത്തിനാണ് കള്ളു ഷാപ്പി വഞ്ചെന്ന്? അതും ഒരു ആരോപണമാണ്. നമുക്ക് ഇനി ഒരാളുണ്ട്, താങ്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കുലീനതയുടെ പ്രതീകം, ശാന്ത സ്വഭാവത്തിന് ഉടമയായ തമ്പ്രാട്ടി അമ്മയോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. തമ്പ്രാട്ടി അമ്മ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തമ്പ്രാട്ടി അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. ആ അമ്മയുടെ വായിന്ന് കേട്ടല്ലോ. സത്യം, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ തമ്പാട്ടി അമ്മയെ കുറിച്ച് ഞാൻ പറയാണ്. വാ തുറന്നാൽ ഉണ്ണി ഉണ്ണി കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, വാ തുറന്നാൽ 24 മണിക്കൂർ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ത്രീയുടെ വായിന്ന് നിന്നെ ഇത്രയൊക്കെ വിളിക്കണമെങ്കിൽ നിന്റെ പരിപാടി അവർ സ്ഥിരം കാണുന്ന ആളാണ്.